നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്രയേലുമായുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കാനും വിപുലീകരിക്കാനും തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ലേസർ ആയുധങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ സംയുക്തമായി വികസിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഫെബ്രുവരി 25, 26 തീയതികളിലാണ് പ്രധാനമന്ത്രി മോദി ഇസ്രയേൽ സന്ദർശിക്കുന്നത്. സുരക്ഷാ സഹകരണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പിട്ടേക്കും. എന്നാൽ പ്രതിരോധ കരാറിൽ ധാരണയുണ്ടാക്കിയേക്കില്ല എന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തെ കുറിച്ച് ഇരുപക്ഷവും പുറത്തു പറയാൻ മടിക്കുന്നെങ്കിലും ഏറ്റവും പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുമായി പങ്കിടാൻ ഇസ്രായേൽ സമ്മതിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. ഹൈടെക് ലേസർ പ്രതിരോധവും മറ്റു നൂതന സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി RK സിംഗ് കഴിഞ്ഞ നവംബറിൽ നടത്തിയ ഇസ്രായേൽ സന്ദർശന വേളയിലാണ് പ്രതിരോധ സഹകരണം ഊട്ടിയുറപ്പിച്ചത്. ഈ സന്ദർശന വേളയിലാണ് വിപുലീകരിച്ച പ്രതിരോധ സഹകരണത്തെ കുറിച്ചുള്ള ധാരണാപത്രം ഒപ്പിട്ടത്. ഇന്ത്യ ഇസ്രയേലുമായി ചേർന്ന് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നത് പരിഗണിക്കുന്നു എന്നതാണ് പ്രധാനം. മിഷൻ സുദർശന്റെ ഭാഗമായി കൂടിയാണ് ഈ നീക്കം. ശത്രുക്കളുടെ ദീർഘദൂര മിസൈലുകളിൽ നിന്ന് ഇന്ത്യൻ ഉൾപ്രദേശങ്ങളെ സംരക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി മോദിയാണ് മിഷൻ സുദർശൻ പ്രഖ്യാപിച്ചത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇസ്രായേൽ മുൻനിരയിലാണ്. കഴിഞ്ഞ ജൂണിൽ ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകളിൽ 98% ഇസ്രായേലിന് തടയാനായിരുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രത്തിൽ പുതിയ ഘട്ടമെന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ സഹകരണം പ്രാദേശിക രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ചില സങ്കീർണ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിൽ പ്രതിരോധ മേഖലയിലാണ് ഏറ്റവും വേഗത്തിലുള്ളത്. ഇന്റലിജൻസ് പങ്കുവയ്ക്കൽ, ആധുനിക ആയുധ സാങ്കേതിക വിദ്യ, അതിവേഗ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വദേശീയ നിർമ്മാണം ശക്തിപ്പെടുത്താനും സാങ്കേതിക സ്വയം പര്യാപ്തത നേടാനും ഇന്ത്യക്ക് ഇത്തരം സംയുക്ത വികസനങ്ങൾ സഹായകരമാകും. പ്രത്യേകിച്ച് അതിർത്തി സുരക്ഷ, മിസൈൽ പ്രതിരോധം, ഡ്രോൺ യുദ്ധ സാമർഥ്യം എന്നിവയിൽ ഇത്തരം സഹകരണം തന്ത്രപരമായ നേട്ടം ഇന്ത്യക്ക് നൽകും. എന്നാൽ ഈ അടുപ്പം ഇറാനെ പ്രകോപിപ്പിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. ഇറാനുമായി ഇന്ത്യക്ക് ഊർജ്ജ വ്യാപാരവും ചബഹാർ തുറമുഖം പോലുള്ള തന്ത്രപരമായ പദ്ധതികളും നിലനിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷഭരിത ബന്ധം കണക്കിലെടുത്താൽ ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ കൂട്ടുകെട്ട് ശക്തമാകുന്നത് ഇറാന്റെ സംശയം വർദ്ധിപ്പിക്കാൻ ഇടയാക്കാം. എങ്കിലും ഇന്ത്യ പതിവായി തുടരുന്ന മൾട്ടി അലൈൻമെന്റ് വിദേശ നയമാണ് ഇതിൽ നിർണായകം. ഒരു രാജ്യവുമായും ബന്ധം വളർത്തുമ്പോഴും മറ്റൊരാളുമായി ബന്ധം വിച്ഛേദിക്കാതെ തുലനം പാലിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതാണ് പതിവ്. ഇവിടെ ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനവും ചർച്ചയാകുന്നു. ട്രംപ് ഭരണകാലത്ത് അമേരിക്ക ഇസ്രയേൽ ബന്ധം വളരെ അടുപ്പത്തിലായിരുന്നു. കൂടാതെ ഇന്ത്യയുമായുള്ള സുരക്ഷാ സഹകരണവും ശക്തമായി. അതിനാൽ അമേരിക്കൻ തന്ത്രപരമായ സമീപനങ്ങളുമായി ഇന്ത്യയുടെ ചില നീക്കങ്ങൾ പൊരുത്തപ്പെടുന്നുവെന്ന വിലയിരുത്തലും ഉയരാറുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രതിരോധ തീരുമാനങ്ങൾ പ്രധാനമായും സ്വന്തം സുരക്ഷാ ആവശ്യങ്ങൾ, പ്രാദേശിക ഭീഷണികൾ, സാങ്കേതിക നേട്ടങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുന്നു. അതായത് ഇതൊരു വ്യക്തിയുടെയോ ഒരു രാജ്യത്തിന്റെയോ സമ്മർദ്ദ ഫലമല്ല, മറിച്ച് ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ്. ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ പല ശക്തികളുമായും ഒരേ സമയം ബന്ധം ശക്തിപ്പെടുത്തുന്ന സമയമാണ് പിന്തുടരുന്നത്. അമേരിക്കയുമായുള്ള സൈനിക സഹകരണം, റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങൽ, ഗൾഫ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം, ഇറാനുമായുള്ള തന്ത്രപരമായ ബന്ധം, ഇസ്രായേലുമായുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ തുലനാത്മക സമീപനം ഇന്ത്യക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ശേഷിയും നൽകുന്നു. ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സഹകരണം ശക്തമാകുന്നത് സുരക്ഷാ രംഗത്ത് ഇന്ത്യക്ക് നേട്ടമാകുമ്പോഴും പ്രാദേശിക രാഷ്ട്രീയത്തിൽ സൂക്ഷ്മമായ തുലനം പാലിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇറാനെ നേരിട്ട് പ്രകോപിപ്പിക്കാതെ ബന്ധം നിലനിർത്താനും അമേരിക്കയുമായുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയും സ്വതന്ത്ര വിദേശ നയം തുടരാനും ഇന്ത്യ ശ്രമിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഈ നീക്കങ്ങളുടെ അന്തിമ ഫലം ഇന്ത്യ എത്ര നന്നായി ഈ ബന്ധങ്ങളെയൊക്കെ ഈ തന്ത്രപരമായ തുലനം കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ആശ്രയിക്കുന്നത്.